കേരള സർവകലാശാലയിൽ വീണ്ടും നാടകീയ രംഗങ്ങൾ. 3 ആഴ്ചയ്ക്ക് ശേഷം കനത്ത സുരക്ഷയിൽ സർവകലാശാല ആസ്ഥാനത്ത് VC മോഹനൻ കുന്നുമ്മലെത്തി. VCയെ തടയുമെന്നറിയിച്ചിരുന്നുവെങ്കിലും SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇന്ന് പ്രതിഷേധമുണ്ടായില്ല. VC അംഗീകരിക്കാത്ത രജിസ്ട്രാർ KS അനിൽകുമാറും സർവകലാശാലയിലെത്തിയെങ്കിലും മറ്റൊരു യോഗത്തിനായി ഉടൻ തിരികെ പോയി. സർവകലാശാലയിലെത്തിയ VCയുടെ വാർത്താ സമ്മേളനവും നാടകീയമായിരുന്നു. അതിലേക്ക് ആദ്യം. അല്ലല്ല, ചെഗുവരെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ നമ്മുടെ അഡ്മിഷൻ നടത്തുന്ന സ്ഥലത്ത് ചെഗുവരയുടെ പടം വെക്കേണ്ട. അവിടെ ONV കുറുപ്പിന്റെ പടം വെക്കായിരുന്നു. ഞാൻ നിങ്ങളോട് അല്ല നിങ്ങൾ രാഷ്ട്രീയത്തിലോട്ട് വഴുതി വീഴുന്നു. ഐ ആം നോട്ട് റെഡി. താങ്ക് യു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ തർക്കത്തിന്, നാടകീയ സംഭവങ്ങൾക്കൊന്നും അറുതിയില്ല. 20 ദിവസത്തിന് ശേഷം VC വീണ്ടും സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തി. നേരത്തെ തടയും എന്ന പ്രഖ്യാപനമൊക്കെ SFI നടത്തിയിരുന്നെങ്കിലും ഇന്ന് അതുണ്ടായില്ല. പ്രത്യക്ഷ പ്രതിഷേധത്തിന്റെ കാര്യത്തിൽ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന നിലയുണ്ടോ? ഭരണതലത്തിലാണെങ്കിൽ ആ പോര് രൂക്ഷമായി നിൽക്കുന്നു. സമാന്തര സംവിധാനത്തിലൂടെ തുടർ നടപടികൾ VC മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്താണ് ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നത്, ഉമേഷ് ബാലകൃഷ്ണൻ? ശേഷം സർവകലാശാലയിലെത്തിയ VC ഏകദേശം 1800-ലധികം സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പിട്ടു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം ഡിഗ്രി സർട്ടിഫിക്കറ്റ് അടക്കം മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 1800-ലധികം ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ ഈ VCയുടെ ഒപ്പിന് വേണ്ടി കാത്തുകെട്ടിയിരുന്നു. എന്തായാലും അതെല്ലാം ഇപ്പോൾ VC ഒപ്പിട്ടു. തന്റെ മുന്നിൽ ഒരു ഫയലുകളും ബാക്കിയില്ല എന്നുള്ളതായിരുന്നു VC മോഹനൻ കുന്നുമ്മേൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതേസമയം രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതാണ്. സസ്പെൻഡ് ചെയ്ത KS അനിൽകുമാർ ഇപ്പോഴും ഫയൽ നോക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ പോലീസിൽ KS അനിൽകുമാറിനെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും മോഹനൻ കുന്നുമ്മേൽ പറയുന്നുണ്ട്. അതേസമയം തനിക്ക് സിൻഡിക്കേറ്റിനേക്കാൾ അധികാരമുണ്ട്, താൻ തന്നെയാണ് സിൻഡിക്കേറ്റിനേക്കാൾ പരമാധികാരി. അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ താൻ റെക്ടിഫൈ ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല. സിൻഡിക്കേറ്റിന്റെ അഭാവത്തിൽ താനാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടതും സസ്പെൻഷൻ നടപടി അടക്കം എടുക്കേണ്ടതും. താൻ അത് റിപ്പോർട്ട് ചെയ്താൽ മതി സിൻഡിക്കേറ്റിൽ എന്നുള്ള ന്യായീകരണവും VC നടത്തുന്നുണ്ട്. അതിനിടെ ചില ചോദ്യങ്ങൾക്കാണ് VCയുടെ ഒരു നാടകീയമായ മറുപടികൾ ഉണ്ടായത്. കാരണം സർവകലാശാലകൾ, പ്രത്യേകിച്ച് സമരം നടത്തുന്ന സർവകലാശാലയിൽ സമരം നടത്തുന്നത് അവരുടെ ABP ആണെങ്കിൽ പോലും അത് ഗുണ്ടകളാണ്. തൻ്റെ ആരോഗ്യ സർവകലാശാലയിൽ എല്ലാം നല്ല കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവരാരും സമരം നടത്താറില്ല. അത്തരത്തിൽ തനിക്കെതിരെ പ്രതിഷേധങ്ങളും ഉണ്ടാകാറില്ല. എന്നാൽ കേരള സർവകലാശാലയിൽ അതല്ല സ്ഥിതി. ചിലർ സമരങ്ങൾ നടത്താൻ വേണ്ടി മാത്രം വിദ്യാഭ്യാസം പ്രൊഫഷനാക്കിയ ചിലരുണ്ട്. അത് വിദ്യാർത്ഥികൾ തന്നെയാണെന്ന് പറയാൻ കഴിയില്ല. അവരാണ് ഈ സംഘർഷങ്ങളും കലാപങ്ങളും എല്ലാം സൃഷ്ടിക്കുന്നത്. അവർ സർവകലാശാലകളിൽ അഡ്മിഷൻ നടത്തുന്ന സ്ഥലത്ത് വെക്കുന്ന ഫോട്ടോകൾ മുന്നിലെല്ലാം കാണുന്നത് ചെഗുവേരയുടെ ഫോട്ടോയാണ്. അത് അത്തരത്തിൽ ചെഗുവേരെ തനിക്ക് ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ചെഗുവേരയുടെ ഫോട്ടോ സർവകലാശാലയ്ക്കകത്ത് വേണോ എന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. അപ്പോൾ അതേ സമാനമായി തന്നെയാണല്ലോ സർവകലാശാലയ്ക്കകത്ത് കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെ വിമർശിക്കപ്പെടുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാതെ എന്തായാലും ഇറങ്ങിപ്പോയി. എന്തായാലും അദ്ദേഹം സമരങ്ങളെ തള്ളുകയാണ്, KS അനിൽകുമാറിനെ തള്ളുകയാണ്. അതേസമയം താൻ ഫയലുകളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീർപ്പാക്കി മുന്നോട്ട് പോകുന്നു. ഉടനൊന്നും സിൻഡിക്കേറ്റ് യോഗം വിളിക്കാനുള്ള ഒരു ആലോചനയില്ല എന്നും പറയാതെ പറയുന്നുണ്ട്. എന്തായാലും തീരുമാനങ്ങൾ ഇനി എടുക്കേണ്ടത് VC ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചാൻസലറായ ഗവർണറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കേരള സർവകലാശാലയിലെ നാടകീയ നീക്കങ്ങൾക്ക്, നാടകീയ രംഗങ്ങൾക്ക്, പ്രതിഷേധങ്ങൾക്കൊന്നും അയവില്ല. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.